ഓക്കെ, ഫിസിയോളജിയുടെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സെറിബ്രോ വാസ്കുലർ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ബ്രെയിൻ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. സെറിബ്രോ വാസ്കുലർ ഡിസോർഡേഴ്സ് അഥവാ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ഒരുപാട് ആർട്ടറീസ് മരണങ്ങളുണ്ടാവും. ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരുപാട് ആർട്ടറീസ്, ഒരുപാട് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, ഒരുപാട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രെയിനിലേക്ക് പ്രോപ്പറായിട്ട് എന്താ പറയാ, ഗ്ലൂക്കോസ്, ആവശ്യമുള്ള മോളിക്യൂൾസ്, അമിനോ ആസിഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്തിക്കുന്നതാണ് ഈ ഒരു വാസ്കുലർ ടിഷ്യൂസിന് ഒരുപാട് നല്ല എന്താ പറയുക, നല്ല പങ്കുണ്ട്. ലൈക്ക് ആർട്ടറീസും കാര്യങ്ങളൊക്കെ ബ്ലഡ് എത്തിക്കുന്നതൊക്കെ ബ്രെയിനിന്റെ ഫംഗ്ഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ഈ ഒരു ബ്രെയിനിക്കുള്ള സെറിബ്രോ വാസ്കുലർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്രെയിനിക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത്, ഓക്കെ, മേ ബി ആ ആർട്ടറി പൊട്ടി പോകുന്ന സിറ്റുവേഷൻ ആവാം, അതല്ലാതെങ്കിൽ ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ആവാം. അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് ആണ് സെറിബ്രോ വാസ്കുലർ ഡിസോർഡേഴ്സ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സ്ട്രോക്ക് ആണ്. ഓക്കെ, ചില സ്ട്രോക്ക് ഉണ്ടാകുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്നെങ്കിൽ ഈ ഒരു ബ്രെയിനിക്ക് പോകുന്ന ആർട്ടറീസ് പൊട്ടി പോകുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ ആർട്ടറി ബ്ലോക്ക് ആവുന്നതായിരിക്കാം. ഈ രണ്ട് കാരണം കൊണ്ടാണ് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതില് ഇഷീമിക് സ്ട്രോക്ക് പറയുന്നത്, ഹെമറേജിക് സ്ട്രോക്ക് പറയുന്നത്. ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ടറി ഉണ്ടല്ലോ, അത് ബ്ലോക്ക് ആയി പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടറി പൊട്ടി പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇഷീമിക്കിൽ തന്നെ രണ്ടെണ്ണുണ്ട്, രണ്ട് ടൈപ്പ്, ത്രോംബസ് ആൻഡ് പിന്നെന്താണ് എംബോളസ്. യെസ്, ത്രോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആണ്. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ബ്ലഡ് വെസലിനെ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലഡ് ക്ലോട്ടിനാണ് ത്രോംബസ് എന്ന് പറയുന്നത്. എംബോളസ് എന്ന് പറഞ്ഞാൽ അതും ബ്ലഡ് ക്ലോട്ട് തന്നെയാണ്. അത് പക്ഷേ പെർട്ടിക്കുലർ സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നില്ല. അതിങ്ങനെ ബ്ലഡിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കും. അതിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അടിഞ്ഞു കൂടും. ഓക്കെ, ആ ഒരു എന്താ പറയാ, ബ്ലോക്കിനെ നമ്മൾ എന്താ പറയുന്നത്, എംബോളസ് എന്ന് പറഞ്ഞത്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇഷീമിക് എന്താ പറയുക, സ്ട്രോക്ക് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഹെമറേജ് ആണ്. ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറേജിക് സ്ട്രോക്ക് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ലൈക്ക് ബ്ലഡ് വെസിൽ പൊട്ടിപ്പോയിട്ട് ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് എത്തുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്, ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, ആൻഡ് നമുക്കറിയാം, ഇപ്പോ ഈ ഒരു ഇഷീമിക് സ്ട്രോക്ക് ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ആ ഒരു ബ്രെയിനിക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പാത്ത് കട്ടായി പോകുന്നുണ്ട്. ലൈക്ക് അപ്പുറത്ത് പിന്നെ ബ്ലഡ് പോകുന്നില്ല, ആവശ്യമുള്ള സപ്ലൈസ് പോകുന്നില്ല, ഓക്സിജൻ പോകുന്നില്ല, ഗ്ലൂക്കോസ് പോകുന്നില്ല, ആവശ്യമുള്ള മോളിക്യൂൾസ് പോകുന്നില്ല, ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ബ്രെയിനിന്റെ ടിഷ്യൂസിന് ആവശ്യത്തിനനുസരിച്ചുള്ള എന്താ പറയുക, ന്യൂട്രിയൻസ് കിട്ടാണ്ടാവും, ഓക്സിജൻ കിട്ടാണ്ടാവും. സോ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നല്ല സെൽ ഡെത്ത് ഉണ്ടാവും. ഓക്കെ, ബ്രെയിനിലുള്ള ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഡെത്ത് ആവാൻ വേണ്ടി തോന്നും. സോ ഈ ഒരു കാര്യമൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. മേ ബി ചിലപ്പോൾ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രോക്ക് നമുക്കറിയാം അത്യാവശ്യം നല്ല ഫേറ്റൽ ആയിട്ടുള്ള ഒരു ഡിസോർഡർ തന്നെയാണ്. ആൻഡ് ഈ റിസ്ക് ഫാക്ടർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, അഥവാ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കൂടുതലുള്ള ആൾക്കാർ, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്താ പറയാ, സ്ട്രോക്കും കാരണങ്ങളൊക്കെ ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ചിലതിനൊക്കെ എന്താ പറയാ, ചില ആൾക്കാർക്ക് ഈ ചെറു പ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളൊക്കെ കാണിച്ചു തരാറുണ്ട്. ആൻഡ് ചില ആൾക്കാരിൽ എന്താണ് റീസൺ എന്ന് പോലും അറിയാണ്ട് പെട്ടെന്ന് സഡൻ ആയിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് CADA, സെറിബ്രൽ ഓട്ടോസോമൽ ഡോമിനന്റ് ആർട്ടീരിയോപതി വിത്ത് സബ്കോർട്ടിക്കൽ ഇൻഫാക്ട്സ് ആൻഡ് ല്യൂക്കോഎൻസെഫലോപ്പതി. ഓക്കെ, ഈ പേര് ആരും പഠിച്ചു വെക്കൊന്നും വേണ്ട, ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. ബട്ട് ജസ്റ്റ് ഈ ഒരു ഷോർട്ട് ഫോമെങ്കിലും നോക്കിയിട്ടുണ്ട് ജസ്റ്റ്. ഓക്കെ, ആൻഡ് ഈ പിന്നെ കുറെ റീസൺസ്, എന്താ പറയുക, അന്യൂറിസംസ്, അമൈലോയിഡ് ആൻജിയോപ്പതി, അങ്ങനെ ഒരുപാട് റീസൺസ് കൂടെ പറയുന്നുണ്ട്. അന്യൂറിസംസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ ഒരു ആർട്ടറീസ് ഒക്കെ ഉണ്ടല്ലോ, അഥവാ നമ്മുടെ ബ്ലഡ് വെസൽസ്, ആ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ഒരു ബലൂൺ പോലെ ഇങ്ങനെ, ബലൂൺ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയാ ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് പൊട്ടിപ്പോകും, മീൻസ് നല്ല തിന്നാവും. അപ്പൊ അവസാനമായിട്ട് പൊട്ടിപ്പോകും നമുക്ക് തന്നെ മനസ്സിലാവും. സോ അത്തരത്തില് ആർട്ടറീസിന് തിന്നാവുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലൈക്ക് അതിങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പൊട്ടിപ്പോകുന്നുള്ള അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്തുന്ന കാര്യത്തിനെയാണ്, അതിനെയാണ് നമ്മൾ അന്യൂറിസംസ് എന്ന് പറയുന്നത്.
ഇത്തരത്തിൽ അന്യൂറിസംസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ അന്യൂറിസംസ് പൊട്ടും. ഓക്കെ, അത് പൊട്ടിയിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്യൂറിസംസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് റീസൺസ് കൊണ്ട് നമുക്ക് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിനായിട്ട് സിംറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആൾക്ക് സ്ട്രോക്കായി ഒരു ഭാഗം നടന്നുപോയി, ഇപ്പോ പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ല, എന്താ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ക്ലോട്ട് ഒന്നും പ്രോപ്പറായിട്ട് എന്താ പറയാ അലിഞ്ഞു പോയിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് മെയിൻ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തളർന്നു പോകുക, അല്ലെങ്കിൽ ആ ഒരു നംനെസ് തന്നെയാണ്. മീൻസ് ബോഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, ഏത് സൈഡിലാണ് ക്ലോട്ട് ഉണ്ടായത് അല്ലെങ്കിൽ ഏത് സൈഡിലാണോ സ്ട്രോക്ക് ഉണ്ടായത് അതിന് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, ബോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ ഒന്നെങ്കിൽ നംനെസ് ആവും അഥവാ നമ്മള് കുഴഞ്ഞു പോകും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള സിംറ്റം ആയിട്ട് വരുന്നത്. പിന്നെ മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാവുന്ന വരുന്നത് സിവിയർ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, ഈ ഔട്ടർ ടിഷ്യൂസ് നിന്നുള്ളൊക്കെ ഡെത്ത് ആയി കഴിഞ്ഞാൽ മെമ്മറി ലോസിനൊക്കെ ചാൻസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓക്കെ. പിന്നെ കോർഡിനേഷൻ പ്രോബ്ലംസ്, സ്പീക്കിങ്ങിന് സംസാരിക്കുന്ന സമയത്തുള്ള പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഇപ്പോഴത്തേക്ക് സംസാരിക്കാൻ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ അപേക്ഷ എന്ന് പറയാം. ഓക്കെ, സംസാരിക്കാൻ സ്പീക്കിങ്ങിന്റെ സമയത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ അപേക്ഷ എന്ന് പറയാം. അത് കോർഡിനേഷൻ പ്രോബ്ലംസിന് അപേക്ഷ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഈ ഒരു ശരി ഒരുപാട് സമയം ബ്ലഡും കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ ബ്ലഡിലുള്ള ബ്രെയിനിലുള്ള ഒരുപാട് ടിഷ്യൂസ് നല്ല ഡെത്ത് ആവും. സോ നമ്മുടെ തിങ്കിങ്ങിലും മെമ്മറിയിലും ഒക്കെ പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഇനി മെയിനായിട്ട് നോക്കാനുള്ള ടൈപ്സ് ഓഫ് സ്ട്രോക്ക്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇഷ്യമിക് സ്ട്രോക്കിൽ രണ്ടെണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? ത്രോംബോട്ടിക് ആൻഡ് എംബോളിക്. അഥവാ ത്രോംബസ് ക്ലോട്ട് കൊണ്ട് ഉണ്ടാകുന്നത്, പിന്നെ എംബോളസ് ബ്ലോക്ക് കൊണ്ട്. ആ ഒരു സിറ്റുവേഷൻ അത് രണ്ടും നമ്മൾ നോക്കണം. അത് തന്നെയാണ് ഈ ത്രോംബോട്ടിക് എംബോളിക്, അതിലുള്ളതാണ് നോക്കാനുണ്ട്. പിന്നെ ഹെമറേജിക് സ്ട്രോക്ക്. ഹെമറേജിക് സ്ട്രോക്കിൽ രണ്ടെണ്ണം പറയുന്നുണ്ട്. അത് സബ് അരക്നോയിഡ്, അരക്നോയിഡ് ഇൻട്രാസെറിബ്രൽ. സബ് അരക്നോയിഡ്, ഇൻട്രാസെറിബ്രൽ. എന്താണ് ഹെമറേജിക് സ്ട്രോക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകിൽ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോയിട്ട് അതിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് ലീക്ക് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ പറയുന്നത് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞത്. അപ്പോ അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്, സബ് അരക്നോയിഡ് ആൻഡ് ഇൻട്രാസെറിബ്രൽ സ്ട്രോക്ക്. ഓക്കെ, അതില് സബ് അരക്നോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ പൊട്ടിയിട്ട്, ഇങ്ങനെയല്ല, ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ആ ബ്ലഡും കാര്യങ്ങളൊക്കെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക്, ഓക്കെ, CSF ലീക്ക് ആവുന്ന സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞത് സബ് അരക്നോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും അത് അവിടെ ക്ലോട്ട് ആയിട്ട് നിൽക്കും. അത് നല്ല രീതിയിൽ ഡാമേജസും കാര്യങ്ങളും ഉണ്ടാക്കും. ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നല്ല അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, ഇതിന്റെ മെയിൻ റീസൺ അത് വരുന്നത് അന്യൂറിസംസ് ആണ്. അന്യൂറിസംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലൈക്ക് എന്താ, ഈ ഒരു ബലൂണ് പോലെ ബ്ലഡ് വെസൽ ഇങ്ങനെ എന്താ പറയാ ഇൻഫ്ലേറ്റ് ചെയ്ത് വന്നിട്ട് ഇത് പൊട്ടി പോകുന്ന ആ സിറ്റുവേഷനാണ്. ആ പൊട്ടി പോകുന്നതിനല്ല, ബലൂൺസ് പോലെ ഇൻഫ്ലേറ്റ് ചെയ്ത് വന്ന ആ ഒരു സാധനത്തിന് നമ്മൾ അന്യൂറിസം എന്ന് പറഞ്ഞു. സോ ഒരു അന്യൂറിസം പൊട്ടി പോയിട്ട് വെച്ചാൽ ബ്ലഡിന്റെ ബ്ലഡ് വെസലിന്റെ വാൾ ഭയങ്കര തിന്നായി പോകും. ഓക്കെ, അപ്പോൾ തിന്നാകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകില്ല. സോ അത്തരത്തില് മെയിൻ ആയിട്ട് ഈ ഒരു എന്തുണ്ടാവണേ സബ് അരക്നോയിഡ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്, സബ് അരക്നോയിഡ് ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. പിന്നെ അടുത്തതാണ് ഇൻട്രാസെറിബ്രൽ ഹെമറേജ്. ഇതെന്ന് പറഞ്ഞാൽ CSF ഒന്നും അല്ല. ഓക്കെ, മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്കാണ് ബ്ലഡ് ലീക്ക് ആയിരുന്നത്. ഇത് ബ്രെയിൻ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഒന്നും അല്ല ലീക്ക് ആവുന്നത്, ബ്രെയിനിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ബ്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ബ്രെയിനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാവണം, ബ്ലഡ് ലീക്ക് ആവണം. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഒന്നല്ല. ഇത് കുറച്ചുകൂടി ഡേഞ്ചറാണ്. ആൻഡ് ബ്ലഡ് ഓവറായിട്ട് ക്ലോട്ട് ചെയ്ത് വരുന്നു കഴിഞ്ഞാൽ ഔട്ടർ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഡെത്ത് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിലാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ആൻഡ് ഇഷ്യമിക് സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ആണ് ബ്രെയിൻ ഇൻഫെക്ഷൻസ്. നമ്മുടെ ബ്രെയിനിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബ്രെയിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ബാക്ടീരിയസിന്റെ അറ്റാക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൈറസസിന്റെ അറ്റാക്ക് കൊണ്ടായിരിക്കാം, ഫംഗസ്, പാരസൈറ്റ്സ്, ഒരുപാട് കോസസ് കൊണ്ട് നമുക്ക് ബ്രെയിൻ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുള്ളത്. മെയിനായിട്ട് ബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒന്ന് മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തിട്ട് 3 ലെയർ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ 3 ലെയർ ഓഫ് മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ മെനിഞ്ചസിന് ഉണ്ടാവുന്ന എന്താ പറയാ ഈ ഒരു അണുബാധ അഥവാ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന എന്താ പറയാ ഡിസോർഡറിനെ നമ്മൾ എന്താ പറയുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. ചില അവിടെ എന്താ പറയാ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം, ഒരുപാട് അങ്ങനെ പസ് പോലെ അങ്ങനെ ഒരു എന്താ പറയാ ഒരുപാട് ഇൻഫ്ലമേഷൻസ് പോലൊക്കെ ഉണ്ടായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് മെനിഞ്ചസിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മെനിഞ്ചസിന് അല്ലാണ്ട് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നതാണ് എൻസെഫലൈറ്റിസ്. ഓക്കെ, ഈ ഒരു രണ്ട് അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും എൻസെഫലൈറ്റിസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഓക്കെ, ഈ ഒരു ചില സമയത്ത് ഈ മെനിഞ്ചൈറ്റിസും എൻസെഫലൈറ്റിസും ഒരുമിച്ച് വരും, മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയും. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ്. ഈ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസും എൻസെഫലൈറ്റിസും വരാറുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. അതില് ആദ്യത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഈ മെനിഞ്ചൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പൊതുവെ കുറവാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ട് അത്ര കോമൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് കാണുന്ന ഒരു സാധനമല്ല. കുറച്ച് ഇത്തിരി റയർ ആയിട്ടുള്ള സംഭവമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ. കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാവാറ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കുറവാണ്, ബട്ട് അത് ഉണ്ടാവാറാണ്. ഓക്കെ, ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഉണ്ടല്ലോ, റെസ്പിറേറ്ററി ട്രാക്ടിന്റെ അപ്പർ ഭാഗത്തു നിന്നൊക്കെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പിന്നെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിലാണ് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇത്തരത്തില് എന്താ പറയാ മെനിഞ്ചൈറ്റിസ് നടക്കുന്നുണ്ടായാലും സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഹിയറിംഗ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇതാ ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ് ഏതാണ്? അത് ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആണ്. ഇതാണ് അത്യാവശ്യം ഏറ്റവും നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ്. അത് കോസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കോസ് ചെയ്യുന്ന ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആണ് ഏറ്റവും ഫേറ്റൽ ആയിട്ടുള്ള അഥവാ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ് ഉണ്ട്, ലൈക്ക് എന്താ പറയാ നിസീരിയ മെനിഞ്ചൈറ്റിസ് ഉണ്ട്. യെസ്, നിസീരിയ മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്ന മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്. നിസീരിയ മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്ന മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് അത് പക്ഷെ ഡേഞ്ചർ ആണ്, ബട്ട് കമ്പയർഡ് ടു ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ് അത്രത്തോളം ഡേഞ്ചർ അല്ല. ഓക്കെ, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ മെനിഞ്ചൈറ്റിസ്. ഇത് അത്യാവശ്യം പണ്ടത്തെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നല്ല കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പൊ അത് വളരെ റെയറാണ്, അങ്ങനെ എപ്പോഴും കാണുന്നൊരു സാധനമല്ല. ഓക്കെ, ആൻഡ് പിന്നെ ഒരുപാട് ഇത് പറയുന്നുണ്ട്, ലൈക്ക് ലിസ്റ്റീരിയ മോണോസൈറ്റിയ മെനിഞ്ചൈറ്റിസ് ആൻഡ് എഷ്രീഷ്യ കൊള്ള മെനിഞ്ചൈറ്റിസ് ആൻഡ് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ്. അത് ഒരുപാട് നെയിംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കി വെക്കാം, ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. നെയിംസ് ഒക്കെ ഈ എന്താ പറയാ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ്. അത് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും TB കോസ് ചെയ്യുന്ന TBന്റെ ഒരു സിവിയറിറ്റി ആണ്. അഥവാ TB നല്ല സിവിയർ ആവുന്ന സമയത്ത് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ് ആണ് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് ആണ്. അടുത്തതാണ് വൈറൽ ഇൻഫെക്ഷൻസ്. വൈറസസ് പക്ഷെ മെനിഞ്ചൈറ്റിസ് മാത്രമല്ല കോസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ ബാക്ടീരിയ കൂടുതലും കോസ് ചെയ്യുന്ന മെനിഞ്ചൈറ്റിസ് ആണ്. അത് മെനിഞ്ചൈറ്റിസ് മാത്രമേ കോസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ വൈറസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അതൊരിക്കലും മെനിഞ്ചൈറ്റിസ് മാത്രമല്ല, വൈറസസ് മെനിഞ്ചൈറ്റിസും കോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻസെഫലൈറ്റിസും കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ എൻസെഫലൈറ്റിസ് പറഞ്ഞാൽ ബ്രെയിനിൽ ഒരുപാട് പശുമാരൊക്കെ ഉണ്ടാവാൻ ചെയ്യുന്നത്. അത് നമ്മുടെ മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും എൻസെഫലൈറ്റിസ് ആണെങ്കിലും എഫക്ട് ചെയ്യുന്നത് ഈ ഒരു ബ്രെയിനിനെ അല്ലെങ്കിൽ ബ്രെയിൻ ലെയറിനെ മാത്രമല്ല, സ്പൈനൽ കോഡിനെയും. മീൻസ് അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഒരു പേഴ്സൺ ഇങ്ങനെ എല്ലായിടത്തും ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ആൻഡ് ഇതില് വൈറൽ വൈറസസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് എൻഡറോ വൈറസസ് കാരണമാണ്. ആൻഡ്
മൗത്തിൽ നിന്ന് ബ്രെയിനിക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈറസ് ആണ് എൻട്രോ വൈറസസ്. ഓക്കെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഇപ്പോ ഏതെങ്കിലും രോഗിയുടെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെക്ടേഴ്സ് വഴിയൊക്കെയാണ് പൊതുവെ ഈ ഒരു ഡിസോർഡറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടാറുള്ളത്. കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, ഇപ്പോ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടില്ല ഒബ്ജക്ട്സും കാര്യങ്ങൾക്കൊക്കെ, എന്തെങ്കിലും വൈറസസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ അതൊരു കോണ്ടാക്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ ഇത്തരത്തില് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, കോവിഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഇട്ടിട്ടും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെ നിന്നിരുന്നത്. സോ അതുപോലെ തന്നെ ഒന്നുകിൽ അതുള്ള ആൾക്കാർ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച സാധനങ്ങളായിട്ട് മീൻസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാകുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു മെനിഞ്ചൈറ്റിസ് അഥവാ വൈറലായിട്ട് കോസ് ചെയ്യുന്ന മെനിഞ്ചൈറ്റിസും വൈറലൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഒരുപാട് ഡിസോർഡർ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈം ഡിസോർഡർ ഉണ്ടാവുന്നത്, ഇപ്പൊ ടിക്സിന്റെ ബൈറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസോർഡറാണ് ലൈം ഡിസോർഡർ ഉണ്ടാവുന്നത്. ഈ ലൈം ഡിസോർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്ന, അതായത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാൻ കാരണമാക്കുന്ന ഒരു എന്താ പറയാ പ്രോബ്ലം ആണ്, അഥവാ അതിനൊരു കോഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ലൈം ഡിസോർഡർ ഉണ്ടാവുന്ന ഒരാൾക്ക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാനാണ്, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാനാണ് സാധ്യത കൂടുതലാണ്. ഓക്കെ, ആൻഡ് അപ്പൊ റേബീസ് വൈറസ് നമുക്കറിയാം, ഹ്യൂമൻസിനെ അഫക്ട് ചെയ്യുന്ന വൈറസ് ഉണ്ട് റേബീഡ് വൈറസ്. സോ ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആണ്. പക്ഷെ വളരെ റെയർ ആയിട്ട് ഈ ഒരു കാര്യം നമുക്ക് മെനിഞ്ചൈറ്റിസ് നല്ല കോസ് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ആർഗോ വൈറസസ്. ആർഗോ വൈറസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്രോപോഡ്സ് ആണെന്ന് തോന്നുന്നു, അഥവാ എനിമൽസ് ആണോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറസ് മീൻസ് അസുഖങ്ങൾ, അത്തരത്തില് വൈറസിന് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈറസസിനാണ് നമ്മൾ ആർഗോ വൈറസസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈറസസിനെയാണ് നമ്മൾ ആർഗോ വൈറസസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിമൽസ് സ്പ്രെഡ് ചെയ്യുന്ന, എലിമെന്റ്സ് വെക്ടർ ആയിട്ട് പ്രവർത്തിച്ചിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈറസസിനാണ് ആർഗോ വൈറസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിൽ തന്നെ എനിമൽസ് ആണോ ആർത്രോപോഡ്സ് ആണോ ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക്, ഞാൻ ചെക്ക് ചെയ്തിട്ട് എന്തായാലും മീൻസ് ഗ്രൂപ്പിൽ പറഞ്ഞുതരാം. ഓക്കെ, എനിമൽസ് ആണോ അതോ ആർത്രോപോഡ്സ് ആണോ, അവരിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വൈറസസിനെയാണ് നമ്മൾ ആർഗോ വൈറസസ് എന്ന് പറഞ്ഞത്. ടെക്സ്റ്റിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡൗട്ട് കൺഫ്യൂഷൻ. ഞാൻ എന്തായാലും പറഞ്ഞത്. ഓക്കെ, ആൻഡ് അത്തരത്തിൽ ഒരുപാട് വൈറസസ് അവർ പറയുന്നുണ്ട്. അതിൽ എക്വൻ എൻസെഫലൈറ്റിസ്, പിന്നെ വെസ്റ്റേൺ എൻസെഫലൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, അങ്ങനെ ഒരുപാട് വൈറസസ് അവർ പറയുന്നുണ്ട്. അതിൽ എക്വൻ എൻസെഫലൈറ്റിസ് പറഞ്ഞാൽ അവിടെ ഹോഴ്സിനെയും മനുഷ്യന്മാരെയും ബാധിക്കുന്ന ടൈപ്പ് ഓഫ് എൻസെഫലൈറ്റിസ് ആണ്. ബാക്ടീരിയയായിട്ട് പ്രവർത്തിക്കുന്നത് മസ്കിറ്റോസിനെയാണ്. ആൻഡ് പിന്നെ വെസ്റ്റേൺ എൻസെഫലൈറ്റിസ്, ഇത് മസ്കിറ്റോ ബൈറ്റ്സിനെയാണ് ഈ കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്തും ബ്ലഡ് എന്താ പറയുക ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് ആരുടെ ഓർഗൻ ആണോ നമ്മൾ സ്വീകരിക്കുന്നത് അയാൾക്ക് ഇത്തരത്തിലുള്ള അസുഖം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മസ്കിറ്റോ ബൈറ്റ് ഉണ്ടായിട്ട് അയാളുടെ ഇത്തരത്തിൽ കണ്ടാമിനേഷൻസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും അത് ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, പിന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള എൻസെഫലൈറ്റിസ്, എല്ലാവരും കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണ്. ഇതും മസ്കിറ്റോസ് ബൈറ്റ് ഉണ്ടാവുന്നതാണ്. ഏഷ്യയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ടുള്ള എൻസെഫലൈറ്റിസ് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണ്.